ഹായ് ഹലോ ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിഷോർ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും നാടകീയ രംഗങ്ങളൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അന്നേരം രാധികാമ്മ വന്നിട്ട് കിഷോറിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. കിഷോർ ഒന്ന് വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് രാധികാമ്മ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ കിഷോറിനെ. നീ ഇപ്പോൾ കണ്ണൻ്റെയും ഗീതുവിൻ്റെയും ഷോ ഒക്കെ കണ്ട് ഞെട്ടി നിൽക്കായിരിക്കുമല്ലേ? നിനക്ക് സന്തോഷിക്കാനായിട്ട് ഞാൻ മറ്റൊരു ഷോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പിൽ ഉള്ള സീനുകൾ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കാണുന്ന കിഷോർ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഇവരെന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന ഭാവത്തിൽ. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, ഇതിവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന ഷോ ആണ്. എല്ലാവരുടെയും മുന്നിൽ ഗീതു കണ്ണനോട് കാണിക്കുന്ന ആ പ്രണയം, അതിനെല്ലാം കൂട്ടി നിൽക്കുന്ന കണ്ണനും. അപ്പോൾ കിഷോർ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ, എന്താണ് നടന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന്. നിനക്കിപ്പോഴും ഒരു ചുക്കും മനസ്സിലായില്ല എന്ന് രാധികാമ്മ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് വരുൺ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് കിഷോറിനോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ നിൻ്റെ മുന്നിൽ നടക്കുന്നത് നാടകീയ പ്രണയമാണ്. അവർക്ക് തമ്മിൽ ഒരു പ്രണയവുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. അവരുടനെ തന്നെ പിരിയാൻ നിൽക്കുന്നവരാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഗീതു ഇപ്പോഴും കന്യകയാണ്. ഇതുകൂടെ വരുൺ പറഞ്ഞ് കിഷോർ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, കിഷോർ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഗീതുവിനെ ഒരിക്കലും ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല എന്ന് കണ്ണൻ എനിക്ക് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അവൻ അത് ഒരിക്കലും തെറ്റിക്കില്ല. പോരാത്തതിന് അവർ തമ്മിലുള്ള ഡിവോഴ്സ് പെറ്റീഷൻ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുമാണ് എന്ന് പറയാണ് കേട്ടോ രാധിക. അതിനിടയ്ക്ക് വരുൺ പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇവനോടൊക്കെ ഇത് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാധിക പറയാണ്, വരുൺ കീപ് ക്വയറ്റ്, നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം പ്രണയിച്ച പുരുഷനെ മറക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല കിഷോർ. അവൻ എത്ര ചതിയനായാലും അവളുടെ മനസ്സിൻ്റെ കോണിൽ ആ പ്രണയം എപ്പോഴും നിലനിന്നുകൊണ്ടേ ഇരിക്കുന്നു പറയണേ. അറിഞ്ഞു നിന്നാൽ നിനക്ക് ഗീതുവിനെ സ്വന്തമാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് കേൾക്കുന്ന കിഷോർ, അവർണികയോ അവളുടെ അച്ഛനോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊന്നുകളയും എന്ന് പറയാണ്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നീ എല്ലാവരുടെയും അടിമയായിരിക്കും. കുറച്ച് പുരുഷത്വം കാണിക്കുക കിഷോർ എന്ന് പറയണേ. നിനക്ക് രക്ഷപ്പെടാനുള്ള ആകെ ഒരു വഴി ഗീതു മാത്രമാണ് ഗീതു എന്ന് പറയണേ രാധികാമ്മ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കിഷോറിൻ്റെ മനസ്സിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണേ. ഞാനറിയുന്ന കിഷോർ ഒന്നാന്തരം ഒരു ഓപ്പർച്യൂണിസ്റ്റാണ്. അതൊരു തെറ്റല്ല, ഇന്നത്തെ കാലത്ത് അതൊരു ക്വാളിറ്റിയാണ്. ഗീതുവിൻ്റെ പ്രണയത്തെ തൊട്ടുണർത്തി അവളെ നിനക്ക് വിടുന്ന് കൊണ്ടുപോകാൻ പറ്റിയാൽ എന്ന് പറയുമ്പോൾ കിഷോർ പറയുന്നുണ്ട്, പറ്റിയാൽ ഈ കിഷോറിനെയാണ് എനിക്ക് വേണ്ടതെന്ന് രാധികാമ്മ പറയണേ. ഗീതുവിൻ്റെയും അവർണികയുടെയും ഒക്കെ മുന്നിൽ ഞാൻ ലാസ്റ്റ് നമ്പർ തന്നെയാണ്. പക്ഷേ ഇവിടെയെങ്കിലും എനിക്ക് ഒന്നാമതാവണം എന്ന് പറയാണ് കേട്ടോ കിഷോർ. ഗീതുവിൻ്റെ അച്ഛന് ഡിവോഴ്സ് നടക്കാൻ വേണ്ടി ഞാൻ ഓഫർ ചെയ്തത് 5 കോടിയാണ്. അതിനു മുൻപേ നീ ഇവിടുന്ന് ഇവളെ പ്രേമിച്ച് വലയിലാക്കി കൊണ്ടുപോയാൽ നിനക്ക് 10 കോടിയാണ് ഞാൻ ഓഫർ ചെയ്യുന്നതെന്ന് പറയാൻ കേട്ടോ രാധികാമ്മ. അപ്പോൾ തന്നെ കിഷോർ പറയുന്നുണ്ട്, ഇനി എനിക്ക് ആലോചിക്കാനൊന്നുമില്ല, ഇന്നു മുതൽ തന്നെ എൻ്റെ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ എന്ത് സഹായത്തിനും ഞാനുണ്ടാവും. വേണമെങ്കിൽ നമുക്ക് സുവർണയും സഹായത്തിന് വിളിക്കാമെന്ന് പറയണേ. എന്തായാലും ഞാൻ ഇന്ന് മുതൽ മാറാൻ തുടങ്ങി, ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് കിഷോർ അവിടെ നിന്ന് പോവാണേ. അവൻ പോയി കഴിഞ്ഞപ്പോഴേക്കും വരുൺ അമ്മയോടായിട്ട് പറയുന്നുണ്ട്, എന്താ അമ്മ ഇത്, അവളെ കൊല്ലാൻ നമ്മുടെ ടീം പുറത്ത് റെഡിയല്ലേ, പിന്നെ എന്തിനാ അമ്മ 10 കോടിയൊക്കെ ഓഫർ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ രാധിക ഇത് കേൾക്കുമ്പോൾ വരുണിൻ്റെ മുഖത്ത് 2 തട്ട് തട്ടി പോവാണ് കേട്ടോ. അമ്മ ഒന്ന് അവിടെ നിന്നേ എന്ന് പറഞ്ഞ് വരുൺ ബാക്കിൽ പോകുന്നുണ്ട്. 1-2 ദിവസങ്ങൾക്കിടയിൽ നമ്മുടെ ടീം ഗീതുവിനെ കൊല്ലും, എന്നിട്ട് എന്തിനാ അമ്മ 10 കോടിയുടെ ഓഫറൊക്കെ വെച്ചതെന്ന് വീണ്ടും ചോദിക്കുകയാണേ. 10 കോടി തൊലച്ചത്, അതും ആ കിഷോറിനെ പോലെ ഒരു തെണ്ടിക്ക്. ഗീതു ഇപ്പോൾ ഏത് രീതിയിലും കൊല്ലപ്പെട്ടാലും അതിൻ്റെ ഒരു സംശയം എൻ്റെ നേരേക്ക് വരും. എന്തായാലും കണ്ണൻ യഥാർത്ഥ പ്രതിയെ അന്വേഷിക്കും. അതോടുകൂടി എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് നമുക്ക് ജയിലിൽ പോവേണ്ടി വരും. അത് കേൾക്കുമ്പോൾ വരുണും അത് ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നെയും വരുൺ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാ എന്നാലും ആ 10 കോടി തൊലച്ചത്, 1 കോടി കൊടുത്തിട്ട് മറ്റാരെങ്കിലും വെച്ചിട്ട് ഗീതുവിനെ കൊന്നിട്ട് കിഷോർ പറഞ്ഞിട്ട് ചെയ്യിച്ചാന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും ശരിയാവില്ല, അതിനൊരു കാരണം വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, എത്ര കാരണം വേണം അമ്മയ്ക്ക്, ഞാനുണ്ടാക്കി തരാമെന്ന് പറയാൻ കേട്ടോ വരുണ്. ഗീതുവിൻ്റെ കാമുകനാണല്ലോ ഈ കിഷോർ. അവനെ വീണ്ടും ഗീതു ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തി. അവൻ വന്നില്ലെങ്കിൽ അവൻ്റെ ഭാര്യയെയും അച്ഛനെയും ഈ ബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞ് ഗീതു ഭീഷണിപ്പെടുത്തി. അന്നേരം കിഷോർ ഭയന്ന് ഗീതുവിനെ കൊല്ലുന്നു. അതുപോലെ കാരണം എന്ന് ചോദിക്കാൻ കേട്ടോ വരുൺ. ഇത് കേൾക്കുന്ന രാധിക പറയുന്നുണ്ട്, കഥയൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ നടപ്പിലാക്കാനേ അതിത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പ്ലാനുകളൊക്കെ പാളിപ്പോകുന്നത്. നീ പറഞ്ഞ പോലെ നമുക്ക് പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും എല്ലാം വേണം. നീ പറഞ്ഞതുപോലെ
ഗീതുവിനെ തീർക്കാനുള്ള പ്ലാൻ എ നടപ്പിലാക്കുമ്പോഴേക്കും അവളെ പുറത്താക്കാനുള്ള പ്ലാൻ ബിയും കൂടി നടപ്പിലാക്കണം. അവൾ അവൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊലപാതകത്തിൻ്റെ ചുമതല ഏൽക്കേണ്ടതില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട്, ഇനി കിഷോറിൻ്റെ കൂടെ അവൾ പോകുന്നു അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് അവൻ്റെ മിടുക്ക് പോലെ ഇരിക്കും. അഥവാ അവൾ പോയില്ലെങ്കിലും അവർ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് കണ്ണനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞാൽ മതി. പിന്നീട് അവർ തമ്മിലുള്ള ബന്ധം കോടതിയിൽ നമുക്ക് തെളിയിക്കാൻ വളരെ എളുപ്പമാണെന്ന് പറയാൻ കേട്ടോ രാധിക. ഇതേ സമയം നമ്മുടെ ഗീതാഞ്ജലി ഭക്ഷണം വിളമ്പാൻ തുടങ്ങുകയാണ് കേട്ടോ. അന്നേരം രേഖ അങ്ങോട്ടേക്ക് ചെന്നിട്ട് കിഷോറിനെ കാണുമ്പോൾ, അല്ല ഈ കിഷോറല്ലേ ഗീതാഞ്ജലിയെ പണ്ട് വിൽക്കാൻ ശ്രമിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതെങ്ങനെ രേഖച്ചിക്ക് അറിയാമെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗീതാഞ്ജലി. ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് തലയ്ക്ക് ചുറ്റും കണ്ണുകളുണ്ട്. നീയും ഗോവിന്ദേട്ടനും അവനിട്ട് മുട്ടം പണി കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്നെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കും അവനിട്ട് ഒരു പണി കൊടുക്കണമെന്നുണ്ടെന്ന് പറയണേ. അപ്പോൾ രേഖച്ചിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ട് ഗീതു കണ്ണിലൊക്കെ വെള്ളം നിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ശോക സീനല്ല, പണി കൊടുക്കാനുള്ള സീനാണ് ഗീതു എന്ന് പറയണേ. രേഖച്ചി ഇപ്പോൾ എന്ത് പണിയാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞത് അവൻ ചിക്കൻ കൊതിയനാണെന്നല്ലേ, എങ്കിൽ പിന്നെ നമുക്ക് കോഴിയിൽ തന്നെ പണി കൊടുക്കാമെന്ന് പറഞ്ഞ് രേഖ അടുക്കളയിലേക്ക് പോവാണ്. രേഖ പോയിട്ട് ചിക്കൻ ഉണ്ടാക്കുന്നതിൽ കുറേ ഉപ്പൊക്കെ വാരി ഇടുന്നുണ്ട് കേട്ടോ. രേഖച്ചി എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സ്പെഷ്യൽ സോൾട്ട് ചിക്കൻ ഫോർ കിഷോർ റെഡി എന്ന് പറയണേ. തുടർന്ന് ഗീതുവും കിഷോറും ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ എത്തുമ്പോൾ നമ്മുടെ ഗീതു സ്പെഷ്യൽ ചിക്കൻ കറിയുമായി വന്ന് നിൽക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാമെന്ന് അവർണിക പറയുമ്പോൾ രേഖ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വരുണേട്ടൻ്റെ കൂടെ ഇരിക്കാം. കാഞ്ചന പറയുന്നുണ്ട്, എനിക്ക് വ്രതത്തിലാണ്, എനിക്ക് നോൺ വെജ് പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ കിഷോർ മാത്രമല്ലേ നോൺ വെജ് ആയിട്ടുള്ളൂ, അവൻ കഴിക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. കാഞ്ചന പോയിട്ട് കിഷോറിന് കുറച്ച് ചിക്കൻ കറി മാത്രം വിളമ്പി കൊടുത്തപ്പോൾ രേഖ പറയുന്നുണ്ട്, ഗീതു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കിഷോറിന് വേണ്ടിയിട്ട്, അതുകൊണ്ട് കുറച്ചും കൂടി വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയണേ. മേഡം ഉണ്ടാക്കിയ ചിക്കൻ കറി പൊളിക്കും, ഇത് മുഴുവൻ കൂട്ടിയിട്ടേ ഉള്ളൂ എന്നൊക്കെ കിഷോർ പറയുന്നുണ്ട് കേട്ടോ. രാധയ്ക്ക് കൊടുത്ത വാക്കിലിൻ്റെ പുറത്തെ ഗീതു കഴിഞ്ഞിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഇവിടെ മറ്റാരും ഉള്ളൂ എന്ന് രേഖ പറയുമ്പോൾ ഗീതു ഉണ്ടാക്കിയ ചിക്കൻ കറി കഴിച്ചാൽ കണ്ണ് തള്ളിപ്പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ഉപ്പിട്ട് കഴിച്ച ചിക്കൻ കറി കൂട്ടിയിട്ട് കിഷോറിൻ്റെ കണ്ണ് ഏകദേശം തള്ളിയിരിക്കുകയാണ്. അന്നേരം കാഞ്ചന പറയുന്നുണ്ട്, ആ ടേസ്റ്റ് കൊണ്ട് സാറിൻ്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ്, ലേശം കൂടി കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒന്നായിട്ട് കമിഴ്ത്തുണ്ട് കേട്ടോ. വേണ്ട എന്ന് കിഷോർ പറയുമ്പോൾ അതെന്താ കിച്ചുവിന് വേണ്ടിയിട്ടല്ലേ ഇത് ഉണ്ടാക്കിയത്, കഴിക്ക് കിച്ചു എന്ന് പറയണം കേട്ടോ അവർണിക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.